മുമ്പ് ഒരു നിലക്കും പുറത്തോട്ട് വരാതെ ഉള്ളിൽ രക്തത്തിന്റെ പാണ്ടുണ്ടായാൽ നിസ്കാരത്തിന് പ്രശ്നമുണ്ടോ? എന്താണ് വിധി? അതിന്റെ വിധി നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഒരു വിഷയമാണ്. അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹൈള് രക്തം പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ആ സഹോദരിയുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്കൊരിക്കൽ നിർബന്ധമില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും പറയുന്നു, ആ ഇസ്തിൻജായിന്റെ നേരത്ത്, അതായത് മൂക്കിട്ട് വൃത്തിയാക്കുന്ന നേരത്ത് കഴുകൽ നിർബന്ധമായ സ്ഥലത്തേക്ക് വരുന്നു, പുറത്തേക്കില്ല. ഒരു പഞ്ഞി പോലോത്തത് അവിടെ വെച്ചാൽ ആ പഞ്ഞിന്മേൽ എന്ത് കാണുന്നു? രക്തം കാണുന്നു. ആ നിലക്കേ രക്തം പുറപ്പെടുന്നുള്ളൂ എങ്കിലും അത് ഹൈലാകുന്നു. എന്താവശ്യമില്ല, പൂർണ്ണമായും ഇത് പുറത്തേക്ക് വരല് നിർബന്ധമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആ ചോദ്യം ചോദിച്ച സഹോദരിയോട്, അത് പഞ്ഞി പോലോത്തത് വെക്കുമ്പോൾ രക്തത്തിന്റെ അടയാളം വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ അത് ഹൈലായിട്ടാണ് പരിഗണിക്കുക. സാധാരണ പുറത്തേക്ക് തുല്ലി വരണം, അതല്ലെങ്കിൽ ഒലിച്ചിറങ്ങണം, ഹൈലാവണമെങ്കിൽ എന്ന നിബന്ധന ഇല്ല എന്ന് വ്യക്തമായി പറഞ്ഞ് നിങ്ങളാരും മതി വിചാരിക്കരുത്. ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊരു മസല അവിടെ പറയുകയാണ്. ഫിഖ്ഹിന്റെ സർവ്വ കിതാബുകളിലും, കാരണം ആ ഫുഖഹാക്കൾക്ക് മടിയില്ലാതെ മസല പറഞ്ഞത് കൊണ്ടാണല്ലോ നമ്മുടെ നിസ്കാരം സഹിയാവുന്നത്. സ്ത്രീകളുടെ മുഖ്യസ്ഥാനത്തിന്റെ ഭാഗത്ത് മൂത്രമൊഴിക്കാൻ ഒരു ദ്വാരമുണ്ട്, അതുപോലെ തന്നെ യോനിന ദ്വാരം എന്ന് പറഞ്ഞ് മറ്റൊന്നുമുണ്ട്. അവിടെ ഒരു പെണ്ണിന്റെ മൂത്രദ്വാരത്തിലൂടെ രക്തം പുറപ്പെട്ടാൽ അതൊരിക്കലും ഹൈലാകുകയില്ല. ഹൈലിന്റെ നിയമം വരണമെങ്കിൽ എന്ത് വേണം? അത് യോനിയിലൂടെ രക്തം വരണമെന്ന് ഒറ്റ വാക്കിൽ സാന്ദർഭികമായി നോക്കുന്നു. കാരണം മറ്റു സ്ഥലങ്ങളിൽ വരുന്ന ഇഷ്ടാന് ചോദിക്കാതിരുന്ന് സംശയം ബാക്കി നിൽക്കാതിരിക്കാൻ ഞാൻ സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്